ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് നിഖിൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് ആയിട്ടാ പോകുന്നത്. കുറെ നാളെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട്, പിന്നെ വിഷു ആണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. അപ്പൊ ആരൊക്കെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഞാനും ഉണ്ട്, അമ്മയുണ്ട്, ഞങ്ങൾ ട്വിന്നിങ് ആട്ടെന്ന് സെയിം ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ ബേബീസ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഏപ്രിലാണ്. അമ്മയുടെ ബർത്ത്ഡേ അമ്മ ഏപ്രിൽ 12th. അതുപോലെ എന്റെ ബർത്ത്ഡേ ഏപ്രിൽ 20th ആണ്. അപ്പൊ 20th അപ്പൊ ഒന്ന് പോണത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങക്ക് ഡ്രസ്സ് എടുക്കണം. പിന്നെ വേറൊരു കാര്യം കൊണ്ട് അത് നമ്മള് പോകുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ എങ്ങനെ പോകുന്നേ? ഡ്രസ്സ് എടുക്കാൻ നമ്മൾ കലാഭവൻ മണിയുടെ സ്വന്തം നാടായ ചാലക്കുടിയിലോട്ട്. ചാലക്കുടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഒരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഷോപ്പിലോട്ടാണ് പോകുന്നത്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സസ് ഉള്ള നല്ല അടിപൊളി ഷോപ്പാണ്. അവരുടെ എനിക്ക് തോന്നുന്നൊരു സെക്കൻഡ് ഷോറൂമാണ് ഇത്. അപ്പൊ അവിടെ എത്തുമ്പോ അറിയാം നിങ്ങൾക്ക് ആ ഷോപ്പിലെ കളക്ഷൻസും ആ ഷോപ്പിന്റെ ഞങ്ങൾ പറയുന്ന ആ ഒരു ഇമ്പാക്ട് അവിടെ എത്തുമ്പോ അതിന്റെ അവരുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് നിങ്ങൾ ചേട്ടൻ കൈ നിറയെ ഡ്രസ്സുകൾ എനിക്ക് അമ്മയ്ക്കൊക്കെ എടുത്തു തരാൻ പോവാണ്. ഇല്ല, ഇന്നത്തെ ഷോപ്പിംഗ് ഫുൾ സ്പോൺസർഡ് ബൈ അമ്മ. അമ്മ പെട്ട്. അപ്പൊ സെലക്ഷൻ ചതിച്ചു എല്ലാവരും. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മൾ സ്ഥലത്തെത്തി. ലാ സലീറ്റോ ലേഡീസ് ബോട്ടിക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മുടെ സ്പോൺസർ ഇവിടെ ഉണ്ട്. പിടിക്കട്ടെ. അപ്പൊ നമ്മള് ബോട്ടിക്കിലോട്ട് കേറിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ നമുക്കറിയാം നല്ലൊരു ആംബിയൻസിലൂടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്ത് ചെന്നിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ കളക്ഷൻസൊക്കെ ഒന്ന് കാണാം. നമ്മൾ ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് നോക്കി വന്നിട്ട് എന്റെ കണ്ണ് ഫസ്റ്റ് തന്നെ ഉടക്കി. ഇതൊരു ഹെവി എന്ന് പറയാം, പക്ഷെ എന്നാ സിമ്പിളും ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പാർട്ടി വെയറൊക്കെ ആയിരിക്കും പാർട്ടിയിൽ ചെത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ്. പിന്നെ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പൊ ഇന്നായിട്ടുള്ള കുറേ കളേഴ്സ് നോക്കിയാൽ മുകളിലുള്ളതൊക്കെ നല്ല അടിപൊളി കളറാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ഒരു സാധനം ചേട്ടൻ വീണ്ടും നമുക്ക് എൻഗേജ്മെന്റിനൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 5,000 ഉള്ളിലുള്ളൂ. അപ്പോൾ എഫോർഡബിളും ആണ്. നമുക്കൊരു എൻഗേജ്മെന്റിനൊക്കെ അടിച്ച് പൊളിച്ചിടാം. നമുക്ക് 1 ടൈം യൂസേ വരുന്നുള്ളൂ ഒരു എൻഗേജ്മെന്റിനൊക്കെ. നമ്മൾ പിന്നീട് അങ്ങോട്ട് അധികം ഇടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരു 5,000 ഒക്കെ നമ്മൾ ഒരുപാട് പൈസ അതിനു വേണ്ടി ചെലവാക്കേണ്ട കാര്യം. 5,000 നമുക്ക് അടിപൊളി കാര്യങ്ങളൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല കളർ കിട്ടുന്നുണ്ട്. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. 2 കളർ. ഇത് ഡബിൾ ഷെയ്ഡാണ് വരുന്നതല്ലേ? ഇവിടെ ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. ഇതിനെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് ഇത്തിരി 8,000 ഒക്കെ വരുന്നുണ്ട്. എങ്കിലും അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. നമുക്ക് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇത് ബ്രാൻഡഡ് പാറ്റേണും കൂടിയാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടമായി. ഫസ്റ്റ് എന്നെ കണ്ണുടക്കിയത് തന്നെയാണ് ഇത് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നമുക്ക് നോക്കാം ഇതിനും നല്ല അടിപൊളി ഉണ്ടോ നോക്കാം. അപ്പൊ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതിലേതാ ബെറ്റർ എന്ന് നേരത്തെ ചൂസ് ചെയ്താണോ ഇതോ ചൂസ് ചെയ്താണോ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയണേ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആണ് ഇഷ്ടം. ഇത് നല്ല എന്താ പറയാ, ഹെവി ലുക്ക് തരുന്നുണ്ടെങ്കിലും നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടാ. നല്ല എന്താ പറയാ, തടിയുള്ളവർക്ക് നല്ലതാണ്. അവർക്ക് നല്ല ഹെവി ലുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഒതുങ്ങി കിടക്കുന്നുണ്ട്. വെയിറ്റ് ഇല്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമുക്ക് അതിന്റെ കൂടെ
അതിന്റെ കൂടെ അടിപൊളി ഒരു ഷോൾ, നല്ല ബോർഡർ വർക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ഷോളും വരുന്നുണ്ട്. ദുപ്പട്ട നൈസാണ്. മമ്മിയുടെ സെലക്ഷൻ അടിപൊളി. ഇത് അമ്മയുടെ സെലക്ഷൻ ആണ്. മമ്മിയുടെ സെലക്ഷൻ അപ്പൊ അടിപൊളി എന്ന് തോന്നുന്നു. എനിക്ക് കിച്ചു സെലക്ട് ചെയ്താലും കുറച്ചുകൂടെ ഇഷ്ടമായത് ഇതാണ്. റേറ്റ് 6500 ആണ്. അമ്മ വില്ലിംഗ് ആണോ എഴുതി കൊടുക്കാൻ? അപ്പൊ വില്ലിംഗ് ആണോ? ഞാൻ വാങ്ങി കൊടുക്കും. സ്പോൺസറുടെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ഡ്രസ് എടുക്കാനാ വന്നേ. പക്ഷെ അമ്മ വാങ്ങിച്ചിരുന്നു പറഞ്ഞ സ്ഥിതിക്ക് അല്ല ഇതില് കുറച്ചും കൂടെ ഇത് ചെയ്തിട്ടുള്ളതല്ല, കുറച്ചും കൂടെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള അമ്മ കളം മാറ്റി ചവിട്ടി. അമ്മക്ക് ഇപ്പൊ കുറച്ചും കൂടെ ഇഷ്ടമായത് ഇതാണ്. ഇത് ചെസ്റ്റില് മാത്രം വർക്ക് വരുന്നുള്ളൂ കേട്ടാ. പിന്നെ കുറച്ചും കൂടെ സിമ്പിൾ ആണ്. നല്ല ഒഴുകിയെടുക്കണ മെറ്റീരിയൽ ആണ്. നല്ല രസമുണ്ട്. എന്നൊക്കെ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് തിളങ്ങാണ്ടാ. വെറൈറ്റി കളേഴ്സ് ഉണ്ടല്ലോ അതിന്റെ. ഇത് അടിപൊളിയാണല്ലോ. ഇതൊന്നും എടുത്തു വെച്ചാൽ നല്ല ഭംഗിയുണ്ടോ? ഇത് റാണി പിങ്ക്. ഇത് റെഡ് അല്ലല്ലോ. റെഡ് അല്ല, റാണി പിങ്ക്. ആ ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് അതിനേക്കാളും ഇഷ്ടമായി. വ്യത്യാസമുണ്ട്. എനിക്കിത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഫ്രിൽ ഇത് എനിക്ക് കുറച്ചത് അതിനേക്കാളും ഇഷ്ടമായിട്ടാ. ഇതിനെങ്ങനെയാ റേറ്റ് വരുന്നത്? കുഴപ്പമില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടായോ? അമ്മയോട് ചോദിക്കും. നീൽചാനോട് ഇഷ്ടമായിട്ട് കാര്യമില്ല. സ്പോൺസർഡ് ബൈ അമ്മയാണ്. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊന്നും കാണിച്ചു വർക്ക് കണ്ടിട്ട് അടിപൊളിയായി. അടിപൊളി നല്ല കളറ്. ഞാൻ ഈ കളറ് എന്റെ മനസ്സിലാകുമ്പോ കുറെ തേടി നടന്നിട്ടുള്ളത്, പക്ഷെ കിട്ടിയില്ല. കിട്ടിയത് കളർ ഞാൻ കുറെ തേടിയതായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു കളറ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. കുറച്ചുകൂടെ ഇറങ്ങിയെന്ന് വെച്ചപ്പോ കുറച്ചും കൂടെ ഭംഗിയിൽ കാണാൻ പറ്റും. കുറച്ചുകൂടെ ഇറങ്ങി നൈസായി. ഇഷ്ടായിന്നാ? നന്നായിട്ടുണ്ട്. എല്ലാം നല്ലതാണ്, നല്ല ഭംഗിയുണ്ട്. ഏതെടുത്താലും നല്ല വർക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ്. അവരുടെ നല്ല രസമുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കാണ്. സ്റ്റാൻഡേർഡ് വർക്കാണ് ഗൈസ്. അപ്പൊ ശരിക്കും ഞാൻ വന്നത് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാട്ടാ. ഇങ്ങനത്തെ സിമ്പിൾ ആണ് പക്ഷെ നല്ല എലഗന്റ് ലുക്ക് കിട്ടുന്ന ഡ്രസ്സ് എടുക്കാനാണ്. ഇതിന്റെ കൂടെ നമുക്കൊരു ബോട്ടം വരുന്നുണ്ട്. സിഗരറ്റ് പാൻറ് അങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് കട്ട് അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പോലത്തെ ഒരു ബോട്ടാണ് ഇതിന്റെ കൂടെ വരുന്നത്. ഇതിപ്പോ നല്ല ഇന്നാണ്. ഇത് എത്ര ചേട്ടൻ റേറ്റ് പറഞ്ഞാൽ 3000-ന്റെ ഉള്ളിലല്ലേ? നിങ്ങളിപ്പോ ഇതൊരു തുണി വാങ്ങിച്ചിട്ട് ഇത് തയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനും റേറ്റ് വരും. അതിനും വേണം നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്നതാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ കുറേ തുണി വാങ്ങിച്ച് തയ്ച്ച് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ തയ്ച്ച് ടൈപ്പ് വൈസ് കുറെ കൊടുത്തതിന് എക്സ്പീരിയൻസ് ഉള്ള എന്ന് പറയുന്നതാണ്. 3000-ന്റെ ഉള്ളിൽ ഇത് വളരെ അഫോർഡബിൾ ആണ്. നമുക്കിത് വന്ന് എന്തായാലും ട്രൈ ചെയ്യാം. നമ്മളിതേ കുറച്ചും കൂടെ ഒരു ന്യൂഡ് ഷെയ്ഡിലോട്ട് പോവാണ്. ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ പോവാണെങ്കിൽ ഒരു പീച്ച് കളറാണ്. ടോപ്പ് വരുന്നത് ഒരു പീച്ച് കളറാണ്. അതുപോലെ ബോട്ടം നമുക്ക് പലാസോ മോഡലാണ് വരുന്നത്. പലാസോ മോഡല് ബോട്ടം വരുന്നത് മെയിൻ അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന അട്രാക്ഷൻ ആയത് ഓർഗൻസ ദുപ്പട്ടയാണ് ഇതിൽ വരുന്നത്. ഞാൻ കുറെ നാളെ ഒരു ഓർഗൻസ ദുപ്പട്ട വാങ്ങണം എന്ന് വിചാരിക്കും. അപ്പോ വിചാരിക്കല് മാത്രം നടക്കുള്ളൂ. അമ്മേക്ക് ഭയങ്കര ഷോപ്പിംഗ് ഇഷ്ടമായോ? ഇതിന് എത്ര റേറ്റ് പറഞ്ഞോട്ട്? 5-ന്റെ ഉള്ളില്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷോളിന്റെ ലെങ്ത് കുറവുണ്ടോ? ചെറിയൊരു ഡിഫക്റ്റ് അല്ല. ചിലപ്പോ എനിക്ക് ഹൈറ്റ് ഉള്ള കാരണമായിരിക്കാം ഷോളിനൊരു ചെറിയൊരു ഇതുണ്ട്. ബാക്കി അപ്പൊ അമ്മയുടെ ഒരു ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ ഷോള് കറക്റ്റ് ആണ്. അമ്മ എന്നിട്ട് കേട്ടോ. അമ്മയുടെ അത്ര ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ ഷോള് കറക്റ്റ് ആണ്. എനിക്കിതിന്
അങ്ങനെ ഇനി നമുക്ക് ഇതിൽ തന്നെ കളക്ഷനിൽ തന്നെ കുറച്ച് ഷറാറ മോഡൽ പാൻറ് ഷോർട്ട് ടോപ്പ് ലെങ്ത് വരുന്ന ടോപ്പ് ഷറാറ മോഡൽ ഇനി നമുക്ക് കുറച്ച് എന്താ പറയാ ഹിന്ദി സ്റ്റൈലിലോട്ട് പോകാട്ടോ. ഷറാറ പാന്റ് ഒക്കെ ഉണ്ട്, പിന്നെ ബോട്ട് അങ്ങനെയാ വരുന്നത്, പിന്നെ ഫുൾ സ്ലീവ് ഷോർട്ടാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. ഫുൾ സ്ലീവ് ആണ്, ഷോർട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു അടിപൊളി ദുപ്പട്ടിയും വരുന്നുണ്ട്. ഇത് എന്താ പറയാ കുറച്ചും കൂടെ പാർട്ടി വെയർ ആണ്. പിന്നെ എന്താ ഒരു ബോളിവുഡ് സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. ഇപ്പോൾ നമ്മൾ സീരിയലുകളിലൊക്കെ ഇപ്പോൾ ഹിന്ദി സീരിയലുകളിലൊക്കെ നമ്മൾ കാണാറില്ലേ, അതുപോലത്തെ ഒരു ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ തോന്നും, നമ്മുടെ കൈ ഇങ്ങനെ പോവും. എന്തായാലും നിങ്ങൾ വരുമ്പോ എന്തായാലും ഒരെണ്ണം എടുക്കാൻ കരുതിയിട്ട് വന്നോ. കാരണം അത്രയും എനിക്ക് വരെ മേടിച്ച് കൊടുക്കണം എന്ന് ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് കോസ്റ്റ് ബേസിസിൽ കുറച്ച് ഹൈ എൻഡ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം, മാരേജ് അങ്ങനത്തെ ഇതിനൊക്കെ വരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആണ്. കാരണം നമ്മൾ സാധാരണ ഒരു ചെറിയ ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂഷ്വലി മേടിക്കുന്ന കാഷ്വലിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു ഹൈ എൻഡിലോട്ട് പോകുന്നതിന് വന്നപ്പോ തോന്നിയത് ആ ഒരു റേറ്റിൽ ഇപ്പോൾ നമ്മളൊരു എന്താ പറയാ ഒരു എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെ ഇതാണെങ്കിൽ നമുക്കിപ്പോ ഒരു വേറൊരു കടകൾക്കൊക്കെ നമ്മൾ പോവാണെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ എൻഗേജ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഞങ്ങളിപ്പോ കാണിച്ചു തന്ന കുറച്ച് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ആ ഒരു റേറ്റിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില്. അത് ശരിക്കും ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയല്ല നിങ്ങൾക്ക്? പിന്നെ നല്ല കളക്ഷൻ ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. കാരണം നമുക്ക് ചെന്ന് ഇട്ട് നോക്കാൻ തോന്നും, നമുക്ക് ഇട്ടാൻ നല്ല രസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അമ്മ എടുത്തു കൊടുക്കാനോട് എനിക്ക് അധികം നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മയുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് വേണം മേടിക്കാൻ. അപ്പോൾ കളക്ഷൻസ് ഒരുപാടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കിച്ചുകൊണ്ടൊന്ന് ഇടീച്ച് നോക്കാം, ഒരെണ്ണം നല്ലത് തോന്നുന്നു പറഞ്ഞ ഇടീച്ച് നോക്കാം. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. കറക്റ്റ് ഫിറ്റിങ്, എന്താ പറയാ ഒരു ഓൾട്ടറേഷനോ ഒന്നും വേണ്ട, കറക്റ്റ് ഫിറ്റിംഗ് ആയി അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്ന ആ പേസ്റ്റൽ ഷെയ്ഡാട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ക്രേപ്പ് സിൽക്ക് ആണ്. പിന്നെ കുറച്ചധികം വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് 9,000 ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. പക്ഷെ ആ 9,000 വെർത്താണ്. കാരണം ഒന്നാമതിലൊരു വെറൈറ്റി ലുക്കാണ്. നമുക്കൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പോപ്പപ്പായി നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് വന്ന് ട്രൈ ചെയ്യാം, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്ക്. ഔട്ട്ഫിറ്റ് ഇതാണ്. ഇത് നമുക്കൊരു 4,000 ഉള്ളിൽ വരുന്നുള്ളൂ. കുറച്ചും കൂടെ സിമ്പിളാണ്. പിന്നെ ഒരു ദുപ്പട്ട വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തേടി നടന്ന ആ ഒരു എമറാൾഡ് ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഓർമ്മ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഷോൾ ഇടില്ല, ഷോൾ ഇടാണ്ടും ഇത് നന്നായിട്ട് നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ഷോളിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇല്ലാണ്ടും അടിപൊളിയാണ്. നമുക്ക് നമ്മുടെ ഈ ഒരു ഡ്രസ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം.
ഒക്കെ അടിപൊളി ഇതുകളുണ്ട്. ഞാൻ 1-2 ട്രൈ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അവസാനം അമ്മ പറഞ്ഞു ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇടുമ്പടി അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇതെടുക്കാന്ന്. ശരിക്കും ഞാൻ കുറച്ച് കാഷ്വൽസ് എടുക്കാന്ന് വിചാരിച്ചേ, പക്ഷെ അമ്മ പറഞ്ഞു നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നു. ഇത് മതി പറഞ്ഞിട്ട് എടുക്കാം. അപ്പൊ എന്റെ അമ്മയുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ പിന്നെ വിഷുക്കോടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിഷു ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഡ്രസ്സാണിത്. അപ്പൊ ഇനി ഇതൊക്കെ ഇട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇനി ഞങ്ങൾക്ക് കുറച്ചും കൂടെ എനിക്ക് കവർ ചെയ്യാനുണ്ട് ഇവിടെ. നമ്മൾ വിചാരിക്കും ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ പാർട്ടി വെയർസ് മാത്രമേ ഉള്ളൂ, അല്ല. പക്ഷെ നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള കാഷ്വൽസും വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് ഉള്ള സിമ്പിൾ സ്റ്റൈൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഡ്രസ്സുകളുണ്ട്. നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് പോയി നോക്കാം. ഇതൊക്കെ കണ്ട വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല ഇതൊരു ടോപ്പും അതുപോലെ തന്നെ ഒരു ജാക്കറ്റാണ് വരുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നെയും കുറച്ച് ഇങ്ങനത്തെ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വെറൈറ്റി കണ്ടിട്ടില്ല. പക്ഷെ ഓൺലൈനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാവില്ല. കാരണം അതിന്റെ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഷോപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടിട്ട് അതിന് ഇത്രയും ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ നമുക്കൊരു സംതൃപ്തിയോട് കൂടെ പോവാം. ഓൺലൈനാണെങ്കിൽ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും, അത് ഇങ്ങനെ വരുന്നവർ എങ്ങനെയായിരിക്കും, റിട്ടേൺ ചെയ്യുന്ന പൈസ കിട്ടുക, പൈസ കിട്ടണവരെ ടെൻഷനായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതുകളൊന്നും ഇല്ല. നമുക്ക് ഓൺലൈനിൽ കാണുന്ന പോലെ തന്നെ നല്ല വെറൈറ്റി പ്ലസ് ക്വാളിറ്റി അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാ ഡ്രസ്സുകളും എടുത്തിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് മെനക്കെടുത്തെന്ന് അറിയാം. അപ്പോൾ ഹെൽപ്പ് ചെയ്ത ചേട്ടന്മാരാണ്. ചേട്ടൻ്റെ പേര് ആഷിഖ്. ഒന്ന് മാസ്ക് വരാവോ? ആഷിഖ് ഏട്ടനും ധനീഷ്. ഒന്ന് അടുത്തേക്ക് വരാം. ധനീഷ് ചേട്ടനും പിന്നെ ഒരു ചേട്ടനും കൂടി ഉണ്ട്. ചേട്ടൻ്റെ പേര് അഭിലാഷ്. അപ്പോൾ ഈ 3 ചേട്ടന്മാരാണ് നമ്മളെ ഇവിടെ ഹെൽപ്പ് ചെയ്ത് ഓരോ ഡ്രസ്സുകൾ എടുക്കാൻ എല്ലാതും ഹെൽപ്പ് ചെയ്ത് അവരാണ്. ഇനി നമുക്ക് ബില്ല് പേ ചെയ്യാം. നമുക്ക് എന്തായാലും കാര്യമായിട്ട് ഒരു റിഡക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിൽ പേ ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്കിത് റിഡക്ഷൻ തന്നിട്ടുണ്ട് ഇവര്. താങ്ക് യു സോ മച്ച്. എന്താ അമ്മ കൊടുത്തോ? അമ്മയുടെ വകയല്ല, അപ്പൊ അമ്മ കൊടുത്തോ.